തമിഴ്നാട്ടിലേക്കുള്ള യാത്രകളിൽ പ്രത്യേക ചില ആകർഷണങ്ങളുണ്ട്. ഒന്ന് കുംഭകോണത്തെ കോഫി, പിന്നെ തമിഴ്നാട്ടിൻ്റെതായ ഈ ഉച്ചയ്ക്കത്തെ ഊണ്, അതിൽ വിളമ്പുന്ന കാരക്കുളമ്പ്, ഇതൊക്കെ ഒരു പ്രത്യേകമായ ഒരു സ്വാദാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ തഞ്ചാവൂരിലെ പെരിയ തിരുക്കോവിൽ അഥവാ ബൃഹദീശ്വര ക്ഷേത്രമൊക്കെ ചിത്രീകരിച്ച് ഏതാണ്ട് 3 മണിയായി. ഇപ്പോൾ ഏറ്റവും നല്ല ട്രഡീഷണൽ ഊണ് എവിടെയാണ് കിട്ടുന്നത് എന്നറിയാൻ വേണ്ടി ഗൂഗിൾ നോക്കുമ്പോൾ ചെല്ലമ്മാൾ മണപ്പാണൈ എന്ന് കണ്ടു. മണപ്പാണൈ എന്ന് വെച്ചാൽ മൺപാനകളിൽ ഉണ്ടാക്കുന്ന, മാത്രമല്ല ഫോട്ടോ കണ്ടപ്പോൾ അത് ഗംഭീരമായിട്ട് തോന്നി. ഞങ്ങളങ്ങനെ വന്നു. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടരികിലാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു 2 വീട് മാറിക്കഴിഞ്ഞാൽ ഈ സ്ഥലമായി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. മുള കൊണ്ട്, അതുപോലെ തന്നെ ഓല കൊണ്ട് മെടഞ്ഞിട്ടും ഒക്കെയുള്ളൊരു ഗംഭീരമായ അന്തരീക്ഷമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്, ഞാനും തനുവും വളരെ സന്തോഷത്തിലാണ് ഭക്ഷണം കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരുത്തൻ വിഷ്ണു അത്ര സന്തോഷത്തിലല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് പ്യുവർ വെജ് ഹോട്ടലാണ്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് പറഞ്ഞത് പ്യുവർ വെജ് അല്ല, ഇവിടെ നമുക്ക് ഫിഷ് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഫിഷും മട്ടണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത്. ഇവിടെ എത്തിയിട്ടാണ് അത് സത്യം വെളിപ്പെടുത്തിയത്. ഇവിടെ പ്യുവർ വെജ് ഹോട്ടലാണ്. നല്ല രസത്തിൻ്റെ മണം. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിലും ഇദ്ദേഹം അത്ര സന്തോഷത്തിലല്ലാതെയുമാണ്. ഏതായാലും നമുക്ക് നോക്കാം. മണപ്പാണയിലെ ഇവിടെ നമുക്ക് അടുക്കളയൊക്കെ കാണാൻ നല്ല രസമാണ്. നമുക്കൊന്ന് കണ്ടുവരാം. ഇതാ മൺപാത്രങ്ങളിലെ ഭക്ഷണം ഇങ്ങനെയാണ്. മൺപാത്രം 1-2 മൺപാത്രങ്ങളേ ഉള്ളൂ, എന്നാലും ഇങ്ങനെയാണ് വിറക് അടുപ്പ് കൂട്ടി അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇത്രയേറെ അടുപ്പുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പുകളിൽ നോക്കി ഞാൻ അപ്പുറത്ത് ഒരു ഗോശാലയുണ്ട്, പശുക്കൾ വിശ്രമിക്കുന്നുണ്ട്. തുറസായ സ്ഥലമാണ്, നമുക്ക് തന്നെ കാണാം. അപ്പോൾ തന്നെ നമുക്കൊരു തൃപ്തി തോന്നും. ഈ ഒരു പ്രദേശത്ത് നമ്മളുടെ പണ്ട് തറവാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ കഴിച്ചതുപോലെയുള്ള ഒരു രീതിയും മണവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടുത്തെ ചെല്ലമ്മാൾ മൺപാണൈ. ഓ, മണപ്പാണയല്ലേ? മൺപാണൈ. ഓ, ഞാൻ വായിച്ചത് മണപ്പാണൈ എന്നാണ്. എന്നാലും മൺപാത്രം എന്ന് മനസ്സിലാക്കിയിരുന്നു. മൺപാണൈ സമയം. എങ്കിൽ എല്ലാമേ ലേഡീസാ? ആഹാ. ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതലും ഉള്ളത്. സ്ത്രീകൾ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നമുക്ക് അല്ലെങ്കിലും പൊതുവിൽ താല്പര്യം കൂടുതലാണ്. കേരളത്തിലാണെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിലെ യാത്രകൾക്ക് പോകുമ്പോൾ വനിതാ ഹോട്ടലുകൾ ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഏതായാലും ഭക്ഷണം വിളമ്പാറായിട്ടുണ്ട്. നമുക്ക് മൺപാത്രങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം, അതിൻ്റെ സ്വാദ് എന്ത് എന്നൊക്കെ അവിടെ ചെന്ന് നോക്കാം. മൺപാണൈ ചെല്ലമ്മാൾ മൺപാണൈ സമയൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. വിഭവങ്ങൾ വന്നു കഴിഞ്ഞു. വിഭവങ്ങളെല്ലാം മൺപാത്രത്തിലാണ്. ഇതെന്നത്? ഇത് വാഴപ്പൂ കൊണ്ടുണ്ടാക്കിയ വടയാണ്. വാഴപ്പൂ വടൈ, പാവയ്ക്ക ഉരുവൽ, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, വാഴയ്ക്ക, വാഴപ്പൂ പൊരിയലാണ് ഇത്. ഇത് വാഴപ്പൂ കൊണ്ടുള്ളത്. ഇത് തീന മില്ലറ്റ് ഹൽവയാണ് ഇത്. ഇത് ബനാന വാഴപ്പൂ കൂമ്പ് അല്ലേ? കൂമ്പ് കൊണ്ട് കോള. ഇത് വാഴത്തണ്ട്, ചീര, ആരൈക്കീര, കുതിർത്ത കടല, ചട്നി ഉണ്ട്. വാഴത്തണ്ട് ചട്നിയാണ് കേട്ടോ ഇത്. വാഴത്തണ്ട് ചട്നി കാണുന്നുണ്ട്. ഇതൊക്കെ വാഴത്തണ്ട് ചട്നി, വാഴപ്പൂവ് തോരൻ, പിന്നെ വാഴ പൂവ് കൊണ്ടുള്ള ഒരു പലഹാരം, കോള, വാഴക്കോള എന്നാണ് ഇവർ പറയുന്നത്. വാഴപ്പൂ വട. ഇത് വാഴപ്പൂ കോല. വാഴത്തണ്ട് കൊണ്ട് തൈര് പച്ചടി. നമ്മൾ വെള്ളരിക്ക കൊണ്ടുണ്ടാക്കുന്ന പോലെ വാഴത്തണ്ട് കൊണ്ട് തൈര് പച്ചടി, അരസി വത്തൽ. ഇത്രയും വിഭവം. വായിൽ വെള്ളം വന്നു. ഇത്രയും ഇല്ല. ബിരിയാണി പറഞ്ഞ ആൾക്ക് ബിരിയാണി മാത്രം, വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞ ആൾ അത് മാത്രം കഴിച്ചാൽ മതി. ഇതിനകത്ത് ഒന്നും കൈവെക്കണ്ട. മില്ലറ്റ് വൈറ്റ് റൈസ് കുഞ്ഞും കൊടുങ്ങ. വൈറ്റ് റൈസ്, മില്ലറ്റ് റൈസ് റെഡാ? അപ്പം മില്ലറ്റ് റൈസ് കൊടുക്കും. കൊടുക്കും. വൈറ്റ് റൈറ്റ് ഒരു മില്ലറ്റ്. വാഴപ്പൂ വടൈ. കൊള്ളാം കേട്ടോ. നമ്മുടെ പരിപ്പുവടയുടെ ഒരു രീതിയാണ്. പുറത്തൊക്കെ അതിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ അകത്ത് വേറൊരു ടേസ്റ്റ് കേട്ടോ. ശരിക്കും നല്ലൊരു ഹെൽത്തി ഒരു ഫീല്. സൂപ്പർ. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ചെല്ലമ്മാൾ മൺപാണൈ സമയൽ. സാമ്പാർ. ഇത് സാമ്പാർ, പരിപ്പുരുണ്ട കുഴമ്പ്, മോർക്കുഴമ്പ്, വത്തക്കുഴമ്പ്, പൊരിച്ച കുഴമ്പ്, വെന്തയ രസം. ഇതെല്ലാമേ ഇരിക്കട്ടും.
വെന്തൈ രസം എന്തായാലും കയറി വന്നപ്പോൾ തൊട്ട് രസത്തിൻ്റെ മണമാണ് ഇവിടെ. ഇത് മില്ലറ്റ് റൈസ്, ഇതാണ് മില്ലറ്റ് റൈസ്. പക്ഷേ നമ്മുടെ നല്ല തവിട് കൂടിയ നാടൻ അരിയാണ്. നല്ല ഒരു മണമുള്ള ചോറ്. ഈ ചുവന്ന അരി തമിഴ്നാട്ടിൽ കഴിക്കാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യം. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു മലയാളിയെങ്കിലും നമുക്ക് പരിചയപ്പെടാൻ കിട്ടുമെന്ന് പറയുന്നത് ഇവിടെയും സത്യമായിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വടകരയിൽ നിന്നെത്തിയ മോളി മാമും മകൾ അനുപമ അവർ തഞ്ചാവൂർ കാണാനായിട്ട് ഇറങ്ങിയല്ലേ. നല്ലൊരു യാത്രയാണ്. ഒന്നാമത് കാലാവസ്ഥ മനോഹരമായി, നമുക്ക് ഒട്ടും വെയിലില്ല, എന്നാൽ മഴ വലുതായിട്ട് പെയ്യുന്നുമില്ല. അതെ, ഗംഭീരം അല്ലേ. ഇപ്പൊ പെരിന്തൽക്കോവിൽ അവിടേക്ക് പോവല്ലേ, ബൃഹദീശ്വര. ഇപ്പൊ എവിടേക്ക് പോയി? പാലസിൽ പോയി രാവിലെ പാലസ് കണ്ടു, പിന്നെ വീണ മേക്കിംഗ് കണ്ടു, പെയിന്റിംഗ്, തഞ്ചാവൂർ പെയിന്റിംഗ് മേക്കിംഗ് കണ്ടു. അതെയോ? ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. വീണ മേക്കിംഗ് സൂപ്പറാ. ഞങ്ങൾ അങ്ങോട്ടേക്കാ പോകുന്നത്. ഞങ്ങൾ ചിന്നപ്പ. അതെ, ഓ ഗ്രേറ്റ്. കാണാമോ? അതീവ രുചിയുള്ള ഭക്ഷണം. പൊതുവിൽ ഭക്ഷണം കഴിച്ചാൽ ഇലയിലൊന്നും ബാക്കി വെക്കരുത് എന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. പക്ഷേ സ്വാദും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടതാ. സ്വാദിഷ്ടമായ ഭക്ഷണം കേട്ടോ, ശരിക്കും പറയാതെ വയ്യ അത്രയും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഈ വാഴപ്പൂ കൊണ്ടുണ്ടാക്കിയ വട, അത് നല്ല സ്വാദുണ്ട്. പിന്നെ വത്തൽക്കുളമ്പ്. പൊതുവിൽ വത്തൽക്കുളമ്പ്, ഈ ചുണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന വത്തൽക്കുളമ്പ് തമിഴ്നാട്ടിൽ എപ്പോഴും നല്ല ടേസ്റ്റാണ്. അതിവിടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സാമ്പാറിന് നല്ല സ്വാദുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ നിർബന്ധമായും കഴിക്കേണ്ടത് ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള പച്ചടി. ശരിക്കും നമുക്ക് നാട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ ഇത്. വാഴപ്പിണ്ടി പച്ചടി നല്ല സ്വാദുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഡെസേർട്ടായിട്ട് നമുക്ക് കൊണ്ടുവന്ന തിനപ്പായസം, പിന്നെ തിനപ്പായസം അല്ലെങ്കിൽ നാട്ടുപാൽ ലസ്സി. ഇവിടെ എഴുതിയിട്ടുണ്ട് തിനൈ പായസം അല്ലെങ്കിൽ നാട്ടുപാൽ ലസ്സി അല്ലെങ്കിൽ ഉർച്ചാക പാനകം, ഇതിലേതെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഉർച്ചാക പാനകം വാങ്ങിച്ചു. പാനകം എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ നമുക്ക് വഴിപാട് നടത്തി കഴിഞ്ഞാലാണ് പാനകം കിട്ടുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കിട്ടാറുണ്ട്. ഏതായാലും പാനകമാണ് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തരുന്നത്. ആ പാനകവും വാങ്ങിയിട്ടുണ്ട്. പാനകം അതേ സ്വാദ് തന്നെയാണ്, നമുക്ക് സാധാരണ പാനകത്തിൻ്റെ സ്വാദ് തന്നെയാണ്. കുറച്ച് ഏലക്കയും കൂടി ഉണ്ട് ഇതിന്, പിന്നെ തണുപ്പുമുണ്ട്. ഏതായാലും ഗംഭീരമായൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ പെട്ടെന്ന് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു, നേരെ വന്നു, കഴിച്ചു. നല്ല ഒരു തഞ്ചാവൂർ വരുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഗണേഷ് നഗറിലാണ് ഈ ഒരു ഭക്ഷണശാലയുള്ളത്. ഈ തഞ്ചാവൂർ മണപ്പാണൈ സമയൽ ഈ ഹോട്ടലുണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇതാ വന്നിരിക്കാൻ ഇങ്ങനെ ഒരു രസകരമായ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലാട്ടോ ഞങ്ങളിവിടെ വന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെ ഒന്നും ഉള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത്. നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവർ എണ്ണ ആട്ടി ആ എണ്ണ തന്നെയാണ്, അത്രയും പ്യുവറായിട്ടുള്ള എണ്ണ തന്നെയാണ് ഇവിടെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ഇതാണ് തഞ്ചാവൂരിലെ ഈ ഒരു മണപ്പാണൈ സമയൽ. പക്ഷേ ഇന്ന് അവർക്ക് എണ്ണ ആട്ടുന്നില്ല, കാരണം മഴ ആയതുകൊണ്ട് ആട്ടുന്നില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത നാച്ചുറൽ ഐസ്ക്രീംസ്, അതായത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീംസ്. അതിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ജിഞ്ചർ ഫ്ലേവർ ഐസ്ക്രീമാണ്, ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീം. അത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. പാലിൻ്റെ ഒരു സ്വാദാണ് കൂടുതൽ വരുന്നത്, ഇഞ്ചിയുടെ ഒരു മണം ഒക്കെ വരുന്നുണ്ട് നമുക്ക്. എങ്കിലും കുഴപ്പമില്ല, ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഐസ്ക്രീംസ് പൊതുവേ അങ്ങനെ ഞാൻ കഴിക്കാറില്ല, എങ്കിലും ഇതിപ്പോൾ ജിഞ്ചർ ഐസ്ക്രീം നമുക്കൊരു നല്ലൊരു അനുഭവം കിട്ടും. ഇങ്ങനെ ഒരു വ്യത്യസ്തമായി ചിലത് കഴിച്ചു നോക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു തൃപ്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഐസ്ക്രീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കടയുടെ ഓണർ വന്ന് അദ്ദേഹം വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രദേശം തുടങ്ങിയിരിക്കുന്നത്. കാരണം അതൊരു നാച്ചുറലായിട്ടുള്ള ഫുഡ്, നല്ല സമയം, നല്ല ഭക്ഷണം എല്ലാവരിലേക്കും എത്തണം എന്നൊരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു ഈ ഐസ്ക്രീം നിങ്ങൾ ആദ്യം കഴിക്കുമ്പോൾ ഒന്നും തോന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് വായിൽ വെച്ച് മെൽറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ആ പശുവിൻ പാൽ, നല്ല നാടൻ പാലിൻ്റെ ഗുണം അറിയാൻ പറ്റുക. അത് ശരിയാട്ടോ. നമ്മൾ ആദ്യം വെക്കുമ്പോൾ ഐസ്ക്രീം എന്നൊരു ഫീൽ തോന്നും, പക്ഷെ പിന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകം കുറച്ചൊന്ന് അലിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകമായ സ്വാദ് തന്നെയുണ്ട്. ഇതും ഒരു നല്ല ഐസ്ക്രീം തന്നെയാണ്.
പിന്നെ ഇതെല്ലാം ഇപ്പോൾ ഞങ്ങൾ രണ്ട് പേര് സ്പെഷ്യൽ മീലാണ് എടുത്തത്. അതായത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്ന അത്രയും വിശാലം നിങ്ങൾ കണ്ടല്ലോ അത്. പിന്നെ വിഷ്ണുവിൻ്റെ ഒരു ബിരിയാണി, പിന്നെ ഐസ്ക്രീം എല്ലാം കൂടി ചേർത്തിട്ട് 1065 രൂപയെ ബില്ലും വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് കഴിക്കുന്ന ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ 3 പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്രയും ഒരു രൂപ എന്ന് പറയുന്നത് അത്ര വലിയൊരു എമൗണ്ട് അല്ല. Moksha, journey to the self.